മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായ പെരുമ്പാവൂർ വേങ്ങൂരിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് ഉപരോധ സമരം നടത്തും. വെള്ളം ശുദ്ധീകരിക്കുന്നതിൽ അനാസ്ഥ കാണിച്ച വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അതേസമയം ജാഗ്രത തുടരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് 24-നോട് പറഞ്ഞു. വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട്, മലിനജലം കുടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഈ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മലിനജലം കുടിക്കുന്നതിന് ഉപയോഗിച്ചതിന്റെ കാരണത്താലാണ് രോഗബാധിതരായിട്ടുള്ളത് ആളുകൾ. ജില്ലാ കളക്ടർമാരോട് ജില്ലകളിൽ DMOമാർ, അതുപോലെ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുകൊണ്ട് കൃത്യമായി രോഗബാധിതരായിട്ടുള്ളവർക്ക് കൃത്യമായ ചികിത്സ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ വേങ്ങൂരിൽ വലിയൊരു ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായിട്ടും ഉത്തരവാദികളെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? ഇതാണോ യൂത്ത് കോൺഗ്രസിനെ അടക്കം പ്രതിഷേധത്തിലേക്ക് നിർബന്ധിച്ചത്? വേണു, അതിലിപ്പോൾ ഒരു അപ്ഡേഷൻ വന്നത് അവിടുത്തെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു കഴിഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇങ്ങനെയാണ്: മന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവ സ്ഥലത്ത് സന്ദർശനം നടത്തണം എന്ന് ആവശ്യപ്പെടുന്നു അവർ. അതോടൊപ്പം തന്നെ ഈ മരണമടഞ്ഞവരുടെയും അതോടൊപ്പം ഈ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിൽ കഴിയുന്നവർക്കും അവരുടെ കുടുംബത്തിന് അടിയന്തരമായി ചികിത്സാ സഹായം അടക്കം നൽകണം, മരണമടഞ്ഞവർക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകണം അവരുടെ കുടുംബത്തിന് എന്നുള്ള ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളം ഉപയോഗിച്ചവർക്കാണ് മഞ്ഞപ്പിത്തം പിടിച്ചത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അടക്കം കണ്ടെത്തിയത്. പക്ഷേ ആർക്കെതിരെയും ഇതുവരെയും നടപടി സ്വീകരിക്കാത്തതാണ് പ്രകോപിപ്പിക്കുന്നത് അവിടുത്തെ പൊതുജനങ്ങളെ. ഈ വാട്ടർ അതോറിറ്റി ന്യായീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് തങ്ങളുടെ പ്രശ്നമല്ല, നേരെ മറിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ചില ജലസ്രോതസ്സുകളുണ്ട്, അവിടെ നിന്നാണ് ഈ വെള്ളം ഉപയോഗിച്ച് ആളുകൾക്ക് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത് എന്നുള്ളതാണ്. അത്തരത്തിലൊരു പഴിചാരൽ നടക്കുന്നു. അതേസമയം 59 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. 180 പേരാണ് വേങ്ങൂരിൽ ഈ മഞ്ഞപ്പിത്തം, ഈ അനാസ്ഥ മൂലം മഞ്ഞപ്പിത്തം പിടിച്ച് ബുദ്ധിമുട്ടിലായത്. 2 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലും പ്രശ്നപരിഹാരം കാണാതെ, ചികിത്സയ്ക്ക് അടിയന്തര സഹായം നൽകാതെ പഴിചാരൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.